ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ഗോതമ്പ് പായസമാണ്. അതിലേക്ക് നുറുക്ക് ഗോതമ്പ് കഴുകി നെയ്യ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗോതമ്പ് ഒന്ന് പൊട്ടി വരുന്നില്ലേ, അതാണ് പാകട്ട. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ 2 വിസിലിന് വേവിക്കണം. ഇതിപ്പോൾ അതിലേക്ക് വേണ്ട കാഷ്യൂനട്ട്സും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ 3-ാം പാൽ ചേർത്തിട്ടാണ് കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ വേവിച്ച് വെച്ച ഗോതമ്പിനെ വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ട് അതിലാണ് ഞാൻ പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ വെക്കാം കേട്ടോ. അതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വറ്റി വരുന്നൊരു പാകം ഉണ്ടാവില്ലേ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല വറ്റി കുറുകി വരുമ്പോൾ ആ ടെക്സ്ചറിലായിക്കഴിഞ്ഞാൽ ഈ ടെക്സ്ചറിലായിക്കഴിഞ്ഞാൽ വീണ്ടും മിക്സ് ചെയ്തിട്ട് 2-ാം പാൽ ഒഴിക്കുക. 2-ാം പാൽ ഒഴിച്ചിട്ട് അതേപോലെ ഒന്നും കൂടെ കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞാൽ വീണ്ടും 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. 1-ാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കരുത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നല്ല മിക്സ് ചെയ്യണം. അതിലേക്ക് ഏലക്കപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും തേങ്ങാക്കൊത്തും നെയ്യിൽ വഴറ്റിയത് മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.